ശ്രീ എൻ.ആർ. മധു, ഇവിടെ രാമരാജ്യം എന്നുള്ള സങ്കല്പം അത് അതിൻ്റെ വിശാല അർത്ഥത്തിൽ വിവേചനങ്ങളില്ലാത്ത ഭരണരീതി അതുതന്നെയാണ് മഹാത്മാഗാന്ധിയും വിഭാവനം ചെയ്തിരുന്നത്. പക്ഷേ ഇതൊരു ഹിന്ദു അജണ്ടയായി മാറ്റണമെന്ന ലക്ഷ്യത്തോടുകൂടി രാമരാജ്യത്തെ കൊണ്ടുവന്നത് ആരുടെ ലക്ഷ്യമായിരുന്നു? രാമരാജ്യം എന്ന ആശയം അതിപുരാതനമായ ആശയമാണ്. രാമായണം എന്ന ഇതിഹാസത്തോടുകൂടി ലോകത്ത് അവതരിപ്പിക്കപ്പെട്ട ആശയമാണ് രാമരാജ്യം എന്നുള്ളത്. ഭാരതം ഒരു പരതന്ത്ര നാടായി മാറിയ സമയത്ത് ആ നാട്ടിലെ ജനങ്ങളെ ദേശീയ ബോധത്തിലേക്ക് ഉണർത്താനും അവരിൽ സ്വാതന്ത്ര്യ അഭിവാഞ്ച ഉജ്ജ്വലിപ്പിക്കാനും ശ്രമിച്ച മഹാത്മാഗാന്ധി, നമുക്കറിയാം അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ പോലും വിളിച്ചത് അർത്ഥനഗ്നനായ ഫക്കീർ എന്നാണ്. ഫക്കീർ എന്ന് പറഞ്ഞാൽ സന്യാസി എന്നാണ് അർത്ഥം. അപ്പോൾ ഭാരതത്തിൻ്റെ വികാര വിചാരങ്ങളെ ഹൃദയത്തിൽ ഏറെ അടുത്തറിഞ്ഞ മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ആചാരങ്ങളിലും വിചാരങ്ങളിലും എല്ലാം ഒരു സന്യാസിയുടെ രൂപഭാവങ്ങളാണ് സ്വീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ സമരതന്ത്രങ്ങളിൽ പോലും അതിനൊരു സ്പിരിച്വൽ ആസ്പെക്റ്റ് ഉണ്ടായിരുന്നു, അതിനൊരു ആത്മീയ തലമുണ്ടായിരുന്നു. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ജനങ്ങളുടെ ഒരു റേഷ്യോ പറയുന്നു 1% ജനങ്ങളാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതെന്നാണ്. ആ 1% ജനങ്ങളെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുപ്പിക്കാൻ മഹാത്മാഗാന്ധിക്ക് കഴിഞ്ഞത് അദ്ദേഹം രാമരാജ്യം എന്ന സങ്കല്പം അവരുടെ മുന്നിൽ വെച്ചപ്പോഴാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം രാംധുൻ പാടിയാണ് ജനങ്ങളെ സംഘടിപ്പിച്ചത്. ആ രാമനെ പ്രകീർത്തിക്കുന്ന, സീതയെ പ്രകീർത്തിക്കുന്ന രാംധുൻ പാടിയാണ് അദ്ദേഹം ഭജനകൾ നടത്തിയത്. ഒരുപക്ഷെ ലോകത്തിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഒരു ജനതയുടെയും ഒരു നേതാവ് ഇത്തരത്തിലുള്ള ആത്മീയമായ പ്രതീകങ്ങളെ സമർത്ഥമായി സാർത്ഥകമായി ഉപയോഗിച്ചിട്ടില്ല. അവിടെ മഹാത്മാഗാന്ധിയുടെ സ്വപ്നമായിരുന്നു രാമരാജ്യം എന്നുള്ളത്. ആ മഹാത്മാഗാന്ധിയെ പുറംകാലുകൊണ്ട് തട്ടിമാറ്റുകയാണ് കോൺഗ്രസ് ചെയ്തത്. ഭാരതത്തിൻ്റെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ എന്ന് അവകാശപ്പെടുന്ന നെഹ്റു പറഞ്ഞു അങ്ങനെയല്ല, നഗരങ്ങളിലാണ്. നഗരവൽക്കരണത്തിനാണ് അദ്ദേഹം ശ്രമിച്ചത്. കർഷകരെ പാടെ അവഗണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ ചിന്തകളെയും മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളെയും കുഴിച്ചു മൂടിയത് സത്യത്തിൽ കോൺഗ്രസ് ആണ്. അവർ കുഴിച്ചു മൂടിയതിലെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു രാമരാജ്യം എന്ന ആശയം. അത് അഴിമതിരഹിതമായ ഒരു ഭരണ വ്യവസ്ഥയാണ്. പക്ഷേ സ്വതന്ത്ര ഭാരതത്തിലെ എല്ലാ അഴിമതികളുടെയും കുത്തകയായി മാറിയത്, ആ അഴിമതികളുടെ എല്ലാം നേതൃത്വം വഹിച്ചത് കോൺഗ്രസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അഴിമതിരഹിതമായ ഒരു രാമരാജ്യം എന്ന മഹാത്മാഗാന്ധിയുടെ സങ്കല്പം ഈ രാജ്യത്ത് നിലനിന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ ഖജനാവിനെ കൊള്ളയടിക്കാൻ കഴിയുമായിരുന്നില്ല. ഇന്നിതാ ഭാരതം ഒരു രാമരാജ്യത്തിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ 10 വർഷമായി ഭാരതത്തെ ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിനെതിരെ ഒരു അഴിമതി ആരോപണം പോലും ഉയർത്താൻ സാധിക്കുന്നില്ല. ഭാരതത്തിൻ്റെ നഷ്ടപ്രതാപങ്ങളെല്ലാം വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിൻ്റെ ആത്മീയ കേന്ദ്രങ്ങളിൽ നിന്നും കൊള്ളയടിച്ചു കൊണ്ടുപോയ അമൂല്യമായ വസ്തുക്കൾ വിവിധ രാജ്യങ്ങൾ ഭാരതത്തിൽ എത്തിച്ചു നൽകുകയാണെന്ന്. കാരണം ഭാരതം അതിൻ്റെ സ്വത്വബോധത്തിലേക്ക്, ആത്മാഭിമാനത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കുന്നു. ആ ഭാരതത്തെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തുവാൻ വേണ്ടിയിട്ട് രാജ്യങ്ങൾ, ആഗോള ശക്തികൾ ഇന്ന് മത്സരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിൻ്റെ ഒരു പ്രഖ്യാപനം കൂടിയായിരുന്നു. ഭാരതത്തിൻ്റെ ആ സ്വത്വബോധത്തിൻ്റെ, ആത്മാഭിമാനത്തിൻ്റെ, ആത്മാവിഷ്കാരത്തിൻ്റെ എല്ലാം ഒരു നേത്രോന്മീലനമാണ് ഇന്ന് നടന്നത്. ബാലകരാമൻ്റെ മിഴിതുറക്കൽ എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ സ്വത്വബോധത്തിൻ്റെ മിഴിതുറക്കലാണ്. ഇത് കേവലം ഭാരതീയരിൽ മാത്രമല്ല ഇതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. ലോകം മുഴുവൻ ഇതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. കാരണം രാമൻ എന്ന് പറയുന്നത് ഭാരതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആശയമല്ല. ലോകത്തിലെ ഒട്ടുമിക്ക ഭാഷകളിലും രാമായണമുണ്ട്. രാമൻ ഒരു സംസ്കാരമായി ലോകത്തിൽ എത്രയോ രാഷ്ട്രങ്ങളെ നിയന്ത്രിക്കുന്നു. ആ രാമതത്വത്തിൻ്റെ പുനരവതരണം, പുനരാവിഷ്കാരം ഭാരതത്തിൽ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള കൊളോണിയൽ അധിനിവേശ ശക്തികളെ സത്യത്തിൽ നാം ഇപ്പോഴാണ് കുടഞ്ഞെറിയുന്നതെന്ന് ലോകം തിരിച്ചറിയുകയാണ്. ആ രാമൻ്റെ കരുത്ത് അത് കോദണ്ഡത്തിൻ്റെ കരുത്താണ്. രാവണ നിഗ്രഹം നടത്തിയ കോദണ്ഡത്തിൻ്റെ കരുത്താണ്. ദശഗ്രീവ രാവണനെ പരാജയപ്പെടുത്തിയ മാരകമായ ശസ്ത്രങ്ങളുടെ കരുത്താണ്. ആ ഭാരതം എല്ലാ അർത്ഥത്തിലും, സാമ്പത്തികമായും സൈനിക ശക്തിയുടെ കാര്യത്തിലും ശാസ്ത്രരംഗത്തും എല്ലാം ഒരു നവഭാരതമായി മാറുന്ന, അക്ഷരാർത്ഥത്തിൽ രാമരാജ്യമായി മാറുന്ന ഒരു വർത്തമാന കാലത്തിലേക്ക് ഭാരതം എത്തിയിരിക്കുകയാണ്. ഇതൊരു സുവർണ ഭാരതത്തിൻ്റെ സമാരംഭ സുദിനമായിരുന്നു ഇന്നെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്.